കാര്യമില്ല. ഇത് പറയും ഞങ്ങൾ ട്രാവൽ ചെയ്ത് വരികയാണ്. ഞങ്ങൾ 10-12 പേരുണ്ട്. അത് അവര് പറയണം. അവര് 12 പേരാണ്. ടിക്കറ്റ് എടുത്ത് പോകാനാണ് ഇവിടെ സാറെ പരിപാടിക്ക് വിളിച്ചവര് പോകാൻ പറയട്ടെ. പറയാൻ പറ, അവരടുത്ത് പറയാൻ പറ. അതെ, നമ്മള് 1500-1800 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ പരിപാടിക്ക് വന്നിട്ട് ഇതാണ് അവസ്ഥ. മനസ്സിലായോ? 10 മണിയാകുമ്പോഴേക്കും വേടന്റെ പരിപാടി കാണാൻ വേണ്ടിട്ട് നമ്മള് പൈസയും ചെലവാക്കി ഇവിടെ വന്നിട്ട് ഇപ്പൊ അവര് പോകാൻ പറയാണ്. ഇതൊരു അണ്ണാക്കിലെ പരിപാടി എന്ന് ശരിക്കും ശരിയല്ല കേട്ടോ. പാലക്കാട് ഇതൊന്നും നടക്കില്ല. അത് ആദ്യം ചക്കണം. വേടനോ എവിടെ? വേടനും ഇല്ല. 10 മണിക്ക് എല്ലാം നിർത്തുന്നത്. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ആദ്യമായിട്ടാണ് ഈ പരിപാടി വെച്ച്. എന്നിട്ട് ഇവിടെ MP MLA ഒക്കെ വന്നു. ഇവര് വിചാരിച്ച 15 മിനിറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ള യുവാക്കളിലൊക്കെ ഇവർ അടിച്ചമർത്താൻ ശ്രമിക്കണം. നിയമഭേദഗതികളൊക്കെ വരുത്താൻ സമയം 10 മണി വെച്ചാൽ എന്താ സംഭവിക്കണം? ഇവിടെ ഗവൺമെന്റ് എന്തിനാണ് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ഇത് ഇന്ത്യയിൽ വേറെ ഭാഗത്തൊക്കെ നടക്കില്ല. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ട് അല്ലേ? എക്സ്പെൻസ് ഒക്കെ ചെലവാക്കിയിട്ടാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ ഒരു 1 hour എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഇവർക്ക് ഒന്നും പോകാനില്ല. അതും MLA വന്നു, MP വന്നു. അപ്പൊ അതിന്റെ പവർ എവിടെയല്ലേ നമ്മൾ കാണിക്കണ്ട്. അവർ പ്രത്യേകം പറയും ഇത് ഡെയിലി നടത്തത്രേ. ഇതായി ഡെയിലി നടക്കുമ്പോ എങ്ങനെയാണ് ഇവിടെ ആൾക്കാർ വരിക? ഇവിടെ ഉള്ളവരൊക്കെ പുറത്ത് കൊച്ചിക്കും പുറത്തൊക്കെ പോകാനുള്ള കാരണം തന്നെ ഇതാണ്. പാലക്കാടുള്ള ഒരു ലൈഫേ ഇല്ല ഇവിടെ. ഇപ്പൊ നമ്മൾ തന്നെ ആരും ഇവിടെ ഇല്ല. ആക്ച്വലി എല്ലാവരും പുറത്തു പോകുന്ന സ്കീമാണ്. ഇവിടെ യുവാക്കൾക്ക് കുറച്ച് ലൈഫൊക്കെ കൊടുക്കേണ്ടത്. ഇത് ആ ഒരു പരിപാടിയേ ഇല്ല. ഇവർക്ക് എല്ലാവരും ഗുണ്ടകളാണ്. ഇവരൊക്കെ എന്തോ രാത്രി ഇറക്കി വിട്ടാൽ എല്ലാവരും പീഡിപ്പിക്കാൻ നടക്കണം. അങ്ങനെയൊന്നും ഇവിടെ ആരുമില്ല. അതുപോലെ തോന്നലാണ്. ഇവിടെ എത്ര പെൺകുട്ടികൾ വന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? യങ്സ്റ്റേഴ്സിനെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഒന്നും ആവില്ല. യുവാക്കളെ വെറുതെ കടന്ന് ചൂഷണം